ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടക്കാനുള്ള വേറെ റീസണുണ്ട്. സംടൈംസ് അറ്റ്ലീസ്റ്റ് വി ആർ ബ്ലൈൻഡ്ലി ഫോളോയിങ് ദ വെസ്റ്റ്. In the West, there's a concept which exists. We should not interfere in others' lives. അതുകൊണ്ടാണ് അമേരിക്കയിലോ മറ്റ് യൂറോപ്യൻ കൺട്രീസിലോ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ഡേഞ്ചർ അലാറം മുഴങ്ങിയാൽ പോലും ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല. അത് തീ പിടിച്ചാലോ ബോംബ് പൊട്ടിയാലോ ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല എന്നുള്ള ഇന്നത്തെ കാലത്തെ ഒരു ബേസിക് രീതി. അത് നമ്മുടെ ലൈഫ്സിലും അങ്ങനെയൊക്കെ അല്പസ്വല്പമായി തുടങ്ങുന്നതിൻ്റെ കാരണം when we have a flavor or touch or knowledge about the life in West, we also indirectly try to copy this type of selfish motivated style of living. നമ്മുടെ പഴയകാല ആ കൺസെപ്റ്റ് അനുസരിച്ചുള്ള ജീവിതം അനുസരിച്ച് when someone is in a danger, when someone is in distress, we extend our helping hand to take them out of the distress. ഈ കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട്, ഈ ചിന്ത ഇല്ലാത്തത് കൊണ്ട് we kept ourselves from a distance with a blocking bar between us and the others or the ones next to us, and that's why we don't expect or accept anyone to come and advise us about our problem. ശരിയല്ലേ? Not only because we are copying the West, but we are putting ourselves in some sort of a cocoon എന്തെന്നറിയാമല്ലോ അല്ലേ? ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്മോൾ വേം ടു എ ബട്ടർഫ്ലൈ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫേസാണ് കൊക്കൂൺ സ്റ്റേജ്. അപ്പോൾ കൊക്കൂണിനകത്തിരിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ല, ഒന്നും അറിയേണ്ട കാര്യമില്ല. പുറത്തുള്ളവരെ ശല്യപ്പെടുത്തത്തില്ല, നമ്മൾ അവരെ ശല്യപ്പെടുത്താണ്ട് പോകത്തുമില്ല. കൊക്കൂണിനകത്തിരിക്കുന്നതിനുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു സീ അതേഴ്സ് പ്രോബ്ലംസ് ഈവൻ ദോ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഹെൽപ്പ് ദം. വി സ്റ്റിൽ ഹാവ് ടു ഒബ്സർവ് ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ്. ദെൻ ഓൺലി ഇറ്റ് വിൽ ഗിവ് യു എ ലെസൺ or experience that you should not do that, you should do that. അങ്ങനെ ചില എക്സ്പീരിയൻസ് അതിനകത്തൂടെ കിട്ടത്തുള്ളൂ. അവർ വി ആർ നോട്ട് മെൻ ടു ബി ഇൻ എ കൊക്കോൺ സ്റ്റേജ് ദറ്റ് കീപ്സ് us away ഫ്രം എവറിത്തിങ്. ഈ കൺസെപ്റ്റിലാണ് കൗൺസിലിംഗ് ഈസ് എ റെവലേഷൻ ഓർ എ ഹെൽപ്പ് ടു അസ് വിതൗട്ട് ഇൻ്റർഫിയറിങ് ഇൻ ടു ദി individual freedom of the individual. The counseling still helps the person to solve his or her problems. പണ്ട് കാലത്തെ ചില ബുക്സിനെ പറ്റി നമുക്കറിയാം. ഭഗവത്ഗീതയെ പറ്റി കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ കണ്ടന്റ് എന്താണ്? ഈസ് ആക്ച്വലി ദ അഡ്വൈസ് ഗിവൺ ബൈ ലോർഡ് കൃഷ്ണ ടു ഹിസ് റിലേറ്റീവ് അർജുന വെൻ ഹി ഫേസ്ഡ് എ പ്രോബ്ലം ടു ഫൈറ്റ് ഹിസ് ഡയറക്റ്റ് റിലേറ്റീവ്സ്. അതിന് വേണ്ട ശക്തി കൊടുത്തുകൊണ്ടുള്ള അഡ്വൈസാണ് ഭഗവത്ഗീതയ്ക്കകത്തുള്ളത്. എന്തിനാ ഭഗവത്ഗീതയിലോട്ട് പോകുന്നത്? ബൈബിളിനകത്ത് ശലോമോൻ എഴുതിയ പ്രോവർബ്സ് ഉണ്ട്. അതിനകത്തുള്ള അഡ്വൈസിൻ്റെ അത്രയും തിക്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ് വേറെ എവിടെ കിട്ടും? പഠിക്കുന്ന കാര്യത്തിൽ, ചെറുപ്പത്തിൽ വളരുന്ന കാര്യത്തിൽ, ഒരു ടീനേജറായി കഴിഞ്ഞാലുള്ള കാര്യത്തിൽ, ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൺ ആയി കഴിഞ്ഞാലുള്ള കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും വേണ്ട അഡ്വൈസ് നമ്മുടെ പ്രോവർബ്സ് എന്നുള്ള ബുക്കിനകത്ത് കിട്ടും. നിങ്ങൾ വായിക്കുന്ന താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒരു ബുക്ക് അഡ്വൈസ് ചെയ്യുവാണ്. പർപ്പസ് ഡ്രിവൺ ലൈഫ്, റിട്ടൺ ബൈ റിക് വാരൻ. മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റഴിഞ്ഞൊരു ബുക്കാണ്. ഇത് 40 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാനുള്ളൊരു ബുക്കാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നമ്മളെ ഗൈഡ് ചെയ്യാൻ തക്ക രീതിയിൽ ഒരു പേഴ്സണൽ മോട്ടിവേറ്റർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ പോലെ തന്നെ നമുക്ക് കൗൺസിലിംഗ് തരുന്ന ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞ ഭഗവത്ഗീത, പ്രോവർബ്സ്, പർപ്പസ് ഡ്രിവൺ ലൈഫ് പോലെയുള്ള ബുക്സ്. ബൈബിളിനകത്ത് ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെ പലർക്കും ഇൻഡയറക്റ്റായിട്ട്, ഇൻഡെലിബറേറ്റായിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. വിമൻ ഓഫ് സമരിയ, അവൾ വേറെ എന്തൊക്കെയോ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, യേശുക്രിസ്തുവിനെ അറിയാത്ത രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ അവൾക്ക് കിട്ടിയ അഡ്വൈസ് അവളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ളായിരുന്നു. സക്കായി ഒരു വലിയ പണക്കാരനാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എന്ത് വേണേലും എനിക്ക് ചെയ്യാമെന്നുള്ള രീതിയിലുള്ള റൈറ്റ് എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരുന്നു. യേശുക്രിസ്തു ഒരു ദിവസം വന്ന് വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹിസ് ലൈഫ് ഓൾസോ വുഡ് ചേഞ്ച്. നഥനിയേൽ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ഡൗട്ട്ഫുള്ളായിട്ട് വന്ന വ്യക്തിയാണ്. പക്ഷേ വന്ന് കണ്ട് കഴിഞ്ഞ സമയം തൊട്ട് ഫ്രം ദാറ്റ് മൊമെൻ്റ് ഓൺവേർഡ്സ് ഹി ബിക്കേം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് കൗൺസിലിംഗ് തന്ന് നമ്മെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു ഹോളി സാക്രമെൻ്റ് ഉണ്ട്. ആ സാക്രമെൻറ്റിൻ്റെ പേരാണ് ഹോളി കൺഫെഷൻ. ഹോളി കൺഫെഷനിൽ കൂടെ നമ്മുടെ മനസ്സിനുള്ളിൽ അടങ്ങിക്കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന
അല്ലെങ്കിൽ ഇങ്ങനെ ഫ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായ അച്ഛനോട് പറയാൻ പറ്റുന്നു. സോ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് the priest is enacting the role of a professional counselor. In fact, he is a spiritual counselor and gives us advice in how to handle such problems, and with our spiritual base our lives also will get changed. അപ്പോൾ നമുക്ക് കൗൺസിലേഴ്സിന് നമുക്ക് ഓപ്പർച്യൂണിറ്റീസോ ഓപ്പണിങ്സോ ഒരു കുറവുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനും നിങ്ങളും ആദ്യം മിക്കവാറും യൂസ് ചെയ്യാറില്ല. ഒരു വലിയൊരു വിഷമം വരുന്ന സമയത്ത് നമുക്ക് പേരൻസ് അടുത്തില്ല, ടീച്ചേഴ്സ് അടുത്തില്ല, കൗൺസിലേഴ്സ് അടുത്തില്ല. നമുക്കൊരു കൗൺസിലറായിട്ട് പ്രവർത്തിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് കൗൺസിലർ ആണ് നമ്മുടെ ഹോളി ബൈബിൾ. അത് ശരിയായ രീതിയിൽ സിൻസിയറായിട്ട് ദ പ്രോബ്ലംസ് വിൽ ബി സോൾവ് ബൈ റീഡിങ് ദിസ് എന്നുള്ള വിശ്വാസത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രോബ്ലംസ് വിൽ ബി ഡെഫിനറ്റ്ലി സോൾവ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു സബ് ഹെഡിങ് ആണ് ഹൂ നീഡ്സ് കൗൺസിലിംഗ്. 10ാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ 2 വർഷം കഴിഞ്ഞിട്ട് പേരൻസിനെ വിട്ട് നാട്ടിലേക്കോ അല്ലെങ്കിൽ ദൂരെയുള്ളൊരു കോളേജിലേക്കോ പഠിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് അവിടുത്തെ ഫോർമാലിറ്റീസ് എന്നുള്ളവർക്ക് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകാം. പേരൻസ് തരുന്നൊരു പ്രഷറാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ചോയ്സ് അനുസരിച്ചുള്ള ബ്രാഞ്ച് എടുത്ത് പഠിക്കുക. ഇനി അത് ഇഷ്ടമില്ലാതെ അത് അക്സെപ്റ്റ് ചെയ്താൽ പോലും അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള മാർക്ക് മേടിക്കുക നിങ്ങളുടെ പേരൻസ് അറിയാതെ തരുന്നൊരു സ്ട്രെസ്സാണ്. എല്ലാവരും അല്ല കേട്ടോ, ഒരു മജോറിറ്റിയിലും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളോടുള്ള ഇൻഡിഫറൻസ് ഉണ്ട്. എസ്പെഷ്യലി വെൻ യു ആർ എ ടീനേജർ you will be facing that right now. Diseases like corona or any other diseases, pandemics, that also gives out stress. There are many who were stressed how this disease will go off, thinking of whether I will fall a prey to this disease. Maybe your relatives will fall prey to this disease. Maybe we will be able to go from the current place to see our relatives. Maybe death is approaching us. അങ്ങനെ പലതരത്തിലുള്ള ഡിസീസസ് കൊണ്ടുള്ള സ്ട്രെസ്. ഇവിടെ എല്ലാം ഗുഡ് കൗൺസിലിംഗ് ക്യാൻ പ്രൊവൈഡ് റിലീഫ് ഇൻ ഓൾ ദിസ് ഇൻസിഡൻസ് ആൻഡ് വിൽ ഹെൽപ്പ് അസ് ഗോ ഫോർവേഡ് ഇൻ ലൈഫ്. 2 ചെറു കഥകൾ ഒത്തു പോകണം. ഒരിക്കലൊരു പ്രൊഫസർ, ഒരു ഫേമസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. റിട്ടയർമെൻറ്റിനോടടുത്ത് ജോലിയിലെ സമ്മർദ്ദം കാരണം അദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ രോഗത്തിന് റെഗുലറായിട്ട് ഗുളിക കഴിക്കേണ്ടി വരുമായിരുന്നു. ഒരിക്കൽ പ്രൊഫസറും ഭാര്യയും കൂടെ ഒരു യാത്ര പോയി. സ്ഥിരമായിട്ട് വൈഫിൻ്റെ കയ്യിൽ കഴിക്കേണ്ട സമയത്ത് കഴിക്കേണ്ട ഗുളിക വൈഫ് എടുത്ത് കൊടുക്കാറുണ്ട്. ഒരു ദിവസം യാത്ര പോയ സമയത്ത് പെട്ടെന്ന് വൈഫിൻ്റെ ബാഗ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഗുളിക കാണുന്നില്ല. പെട്ടെന്ന് അങ്ങ് ഹെവി ടെൻഷനിലോട്ട് ഈ പ്രൊഫസർ വീഴുന്നു. അപ്പോൾ അദ്ദേഹം വേർക്കാൻ തുടങ്ങുന്നു, ദാഹം തോന്നുന്നു, അപ്പോൾ സംസാരിക്കാൻ പറ്റാതൊക്കെ വരുന്നു. അപ്പം വൈഫ് ഈ സമയത്ത് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രൊഫസർ അങ്ങോട്ട് ആ ടെൻഷൻ അങ്ങോട്ട് മാറുന്നില്ലെന്ന് കണ്ട് അവസാനം ഒരു 2-3 മിനിറ്റ് ബാഗിൻ്റെ എല്ലാ അറകളും തപ്പിയതിന് ശേഷം ഭാര്യ ഈ ഗുളിക കണ്ടെടുത്ത് വെള്ളമെടുത്ത് വാതർക്ക് ഇതാ എന്ന് പറഞ്ഞിട്ട് ഗുളിക വായിലിട്ട് കൊടുത്തു. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഫസറിൻ്റെ ആ ടെൻഷനെല്ലാം മാറി. ഇൻ റിയാലിറ്റി ഗുളിക എന്ന് പറഞ്ഞ ഈ സ്നേഹമയിയായ ഭാര്യ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു കൊച്ചു ബട്ടൺസായിരുന്നു. അപ്പോൾ ടെൻഷൻ വരുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ തക്ക രീതിയിലുള്ള ഒരു കൗൺസിലറുടെ രീതിയിലുള്ള ഇത്തരം മെച്ചുവേർഡായിട്ടുള്ള ആക്ഷൻസും നമുക്കും ചിലപ്പോൾ ഒരു കൗൺസിലറിൻ്റെ റോള് എടുക്കാൻ നമ്മളെ സഹായിച്ചേക്കാം. ഒരിക്കൽ ഒരു മാത്സ് പീരീഡിൽ സാറ് വരാൻ ഒരു 10 മിനിറ്റ് ഉണ്ട്. സ്കൂളിൽ ഇടയ്ക്കത്തെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഉണ്ട്. പക്ഷേ ഈ 10 മിനിറ്റ് കൊണ്ട് സാധാരണ അതിലെല്ലാ കുട്ടികളും പുറത്തിറങ്ങി നടന്ന് ഓടി തന്ന് ചിരിച്ച് കളിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടി ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ കൈയൊക്കെ തിരുമ്മി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീസൊക്കെ വെട്ടിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നി തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ടിന്. അവൻ ചോദിച്ചപ്പോൾ മനസ്സിലായി മാത്സ് സാറ് കഴിഞ്ഞ 2 ദിവസമായിട്ട് 2 ഹോംവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. തലേദിവസം ഹോംവർക്ക് അവൻ കോപ്പി അടിച്ചാണ്. ഇന്ന് ചെയ്യാനുള്ള ഹോംവർക്ക് ചെയ്തിട്ടില്ല. കൂടാതെ സാറ് വരുന്ന എക്സാമാണ്. അപ്പം ആ ടെൻഷൻ കാരണം എക്സാമിന് പഠിച്ചത് പോലും ഓർമ്മിക്കുന്നില്ല. അപ്പോൾ ഈ അടുത്തിരിക്കുന്ന ഫ്രണ്ട് അവനോട് പറഞ്ഞു, നീ പേടിക്കാതെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. എന്നാലും ഈ പേടിക്കാമെന്ന് ഒരുത്തം പറഞ്ഞു വിചാരിച്ചുകൊണ്ട് അവനെ പോലെ തന്നെ വേറൊരു സ്റ്റുഡൻ്റ് അല്ലേ, വിശ്വാസമൊന്നും വന്നില്ല. അവനെ പുറത്ത് പോയി കാര്യങ്ങളൊക്കെ തിരക്കിട്ടൊക്കെ വന്ന് പേടിക്കണ്ട എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. അവനിപ്പോഴും വിശ്വാസം ടെൻഷനിൽ കൈയൊക്കെ തിരുമ്മിക്കൊണ്ട് വെള്ളം കുടിച്ചിട്ടും ദാഹം തീരാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
കുറച്ച് കഴിഞ്ഞേ സാറ് വന്നു നോക്കിയുടനെ അന്ന് അവരുടെ മാത്സ് ടീച്ചറിൻ്റെ പകരം വേറെ സാറാണ് വന്നു. പക്ഷേ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അപ്പം ബുക്സ് നോക്കാൻ വേണ്ടി, അപ്പം ബുക്സ് നോക്കുക എന്നുള്ളതും പരീക്ഷ ഇടുക എന്നുള്ളതല്ലേ, ബുക്സ് നോക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ കൂട്ടുകാരൻ ചെയ്തൊരു കാര്യമാണിപ്പം എനിക്ക് എടുത്ത് പറയാനുള്ളത്. കൂട്ടുകാരൻ എന്ത് ചെയ്തു, ഒന്നും കയ്യിലിരുന്ന ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് കൂട്ടുകാരൻ്റെ ബുക്കിലോട്ട് സ്വന്തം പേര് എഴുതിയ ഒരു പേപ്പർ എടുത്ത് അങ്ങോട്ട് ഒട്ടിച്ചു. എന്നിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവൻ്റെ പേപ്പർ എടുത്ത് ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് അത് സാറിന് കൊടുത്ത് സാറ് പറഞ്ഞു എക്സലൻ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കി. ചെയ്ത് ശരിയാണെന്നോ തെറ്റാന്നോ എന്നുള്ളതല്ല, തൽക്കാലത്തേക്ക് അവൻ്റെ ഒരു ടെൻഷൻ മാറ്റാൻ വേണ്ടി കൂട്ടുകാരൻ സഹായമായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലുമോ ഏതെങ്കിലും തരത്തിൽ ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് നമുക്കും ചില കൗൺസിലർ റോള് എടുക്കാൻ പറ്റും എന്നുള്ളതിനാണ് ഈ 2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അവസാനത്തെ പാർട്ടിലോട്ട് വരികയാണ്. ഹോം ഷുഡ് വി അപ്രോച്ച് ഫോർ കൗൺസിലിംഗ്? ദൈവമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ. സെക്കുലർ കൗൺസിലിംഗ് ബേസ്ഡ് ഓൺ psychological principles alone will not be successful for a believer. For a Christian believer, we need to have a counseling based on reliance in God and spiritual experience. അപ്പോൾ സൺഡേ സ്കൂളിൽ ചിലപ്പോൾ വലിയ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം ഇതൊരു വലിയ പ്രശ്നമാകേണ്ടതല്ല. പക്ഷേ എങ്കിലും നമ്മൾ ചിലപ്പോൾ ടെൻഷനകത്ത് അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ ദൈവവും സ്പിരിച്വാലിറ്റിയും ഫെയ്ത്തും കെയർ ഓഫ് ഗോഡും എല്ലാം മറക്കും. അവിടെ സ്പിരിച്വൽ റിലയൻസ് നമുക്ക് കൂട്ടുന്ന ഒരു കൗൺസിലറായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. സച്ച് എ കൗൺസിലർ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഇൻസൈറ്റ്സ് പ്രൊവൈഡഡ് ബൈ സൈക്കോളജി merged or beaded with spiritual principles. അപ്പം ദൈവത്തിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും ബിബ്ലിക്കൽ നോളജും എല്ലാം ബേസ് ചെയ്തുകൊണ്ട് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിലുള്ള അവരുടെ നോളജും വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള സജഷൻസ് പറയാൻ ഒരു സ്പിരിച്വൽ പാസ്റ്ററൽ കൗൺസിലറിന് പറ്റും. അങ്ങനെയുള്ളവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി ക്രിസ്ത്യൻ ബിലീവറിന് അത് അത്യാവശ്യമാണ്. ഒരു ക്രിസ്ത്യൻ ബിലീവറിനെ സംബന്ധിച്ചോളം ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ മുസ്ലിം സ്പിരിച്വാലിറ്റി വെച്ചുകൊണ്ടുള്ള അഡ്വൈസ് ചിലപ്പം മാച്ചിങ് ആണെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാസ്റ്ററൽ കൗൺസിലറിനെ തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള പാസ്റ്ററൽ കൗൺസിലറിൻ്റെ ട്രെയിനിങ് വെച്ചുകൊണ്ട് psychology as well as theology will make wonders and major changes in his or her life. അങ്ങനെയുള്ളവരെ അപ്രോച്ച് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. സോ ഇൻ ഷോർട്ട്, we should seek counseling for solving our problems, without which these problems might grow into bigger and intense crisis in future. Coming to the end of the chapter, the most important objective of this particular lesson I will feel as to provide a life free from the usual worldly challenges and problems which you all can face in your life. From whatever you learn from this lesson, if you can learn to solve such problems, or to learn openings on how to approach such problems, this lesson as well as what I said will turn fruitful and meaningful. There is a problem solver in our life, which is Jesus Christ. Depending on him and depending on the advice he had given, we can solve any problem before us. Remember, the best counselors you can have, the immediate approachable counselors which you can have in your life are, of course, your parents, and then the teachers, and then the friends. Making use of them and their closeness and sincerity and affection to you, we can dissolve our problems and go closer and closer to God Almighty. As I said before, I will suggest 2 or 3 major counselors anyone wants can approach. They are Dr. Abraham R. Seraphim, the Metropolitan of Bangalore Diocese, Father Dr. O. Thomas, erstwhile Principal of Orthodox Theological Seminary,
Father Isaac Prakash, Mrs. Grace Lal, and many other counselors who are experts in this particular field. Let's end the lesson with a prayer. Let's pray to the merciful God that the ocean of tender mercy of our Lord be a medicine and a food by which we can be stronger and stronger against the adversities and problems which we face in this world. May God bless us all and the Sunday school and the church.